ഓക്കെ, നേരത്തെ റെക്കോർഡിങ് വിട്ടുപോയി, ജസ്റ്റ് ഒന്ന് പറയണ്ട, ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞത് കോറിലേഷൻ ഗ്രാഫാണ്. കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സ് എന്നുള്ള വേരിയബിൾ സെപ്പറേറ്റ് ആയിട്ട് ഡോട്ട്സ് ആയിട്ട് നമ്മൾ എന്താ മാർക്ക് ചെയ്യണേ. ദെൻ വൈ എന്നുള്ള വേരിയബിളിനെ സെപ്പറേറ്റ് ആയിട്ട് ഡോട്ട് ആയിട്ട് മാർക്ക് ചെയ്യണേ. ദെൻ എക്സ് എന്നുള്ള വേരിയബിളിന്റെ ഡോട്ട്സ് ഒക്കെ ജോയിൻ ചെയ്തൊരു ലൈൻസ് ആക്കണേ. ദെൻ വൈ എന്നുള്ളതിന് സെപ്പറേറ്റ് ഡോട്ട്സ് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ആക്കി വരയ്ക്കുന്നു. എന്നിട്ട് ഈ ലൈൻസ് നമ്മൾ ഒരു സെയിം ഡയറക്ഷനിൽ മൂവ്മെന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ലെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയി വൈയും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്നും, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയാൻ പറ്റും. അതാണ് കോറിലേഷൻ ഗ്രാഫ് എന്നുള്ളത്. എക്സിനും വൈനും സെപ്പറേറ്റ് ഡോട്ട്സ് മാർക്ക് ചെയ്തിട്ട് ആ ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ലൈനാക്കി വരയ്ക്കുക. എന്നിട്ട് അതിന്റെ മൂവ്മെന്റ് ഡയറക്ഷൻ നോക്കിയിട്ട് പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ എന്ന് പറയുന്നതാണ് കോറിലേഷൻ ഗ്രാഫ് എന്നുള്ളത്. ദെൻ പിന്നെ പറഞ്ഞതാണ് കാൾപിയസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നുള്ളത്. അതിൽ നിന്നും 2-3 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്നുള്ളത്. ഈ കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ആണ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ എൻ എന്നുള്ളത്. ഓക്കെ, ഈ എക്സ് മൈനസ് എസ് ബാറിനെ നമ്മൾ എക്സ് എന്നും വൈ മൈനസ് വൈ ബാറിനെ വൈ എന്നും പറയുകയാണെങ്കിൽ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ എന്നും കോവേരിയൻസ് കാണാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കോവാരിയൻസിന് പകരം ഇവിടെ ഈ കോവാരിയൻസ് എക്സ് ആൻഡ് വൈക്ക് പകരം ഈ കോവാരിയൻസിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഇടുക ചെയ്യാൻ പറ്റും. സിഗ്മ എക്സ് മൈനസ് എസ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്നുള്ളത്. ഈ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് ഇവിടെ ഡെറൈവ് ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ ചെയ്യുന്ന ഇക്വേഷൻ ആണ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും ഇക്വേഷൻസ് ആണ് ആൾപിഎസിന് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഇക്വേഷൻ ആണ്. ഇതിൽ തന്നെ 2-3 ഇക്വേഷൻസ് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നുള്ള ഒരു ഇക്വേഷനും. ഓക്കെ, അപ്പൊ എക്സും വൈ എന്നുള്ള 2 വേരിയബിൾസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എക്സ് വൈ കാണുക, ദെൻ എക്സ് സ്ക്വയർ കാണാം, വൈ സ്ക്വയറും കാണാം. ഇതും കൂടെ അഡീഷണൽ ആയിട്ട് അതിന്റെ സമ്മും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ആറിന്റെ വാല്യൂ. ദെൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നോക്കാം. ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂസ് എപ്പോഴും +1 -1 ഇടയിലാവും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂസ് വരിക. നോക്കുക, വെൻ ആർ ഇനി നമ്മൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾക്ക് +1 എന്ന് കിട്ടിയാൽ there is a perfect post relationship between the variables എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തായാലും ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറയണം കേട്ടോ. അതായത് ഒരു ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളതിൽ സിംഗിൾ ആയിട്ട് എഴുതണം. +1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം there is a perfect relationship between the variables പറയാം. then -1 ആണെന്നുണ്ടെങ്കിൽ -1 ആണെങ്കിൽ there is a perfect negative relationship between the variables എന്ന് പറയാം. then r is equal to 0 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോറിലേഷൻ നമ്മൾ ചെയ്തപ്പം ആറിന്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. there is no relationship between the variables ആണ്. ഈ 2 വേരിയബിൾസും നമ്മൾ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. then ഇനി ആറിന്റെ വാല്യൂ is closer to 1 ആണ്. ജസ്റ്റ് ഒരു 0.92 അല്ലെങ്കിൽ 0.898 എന്നുള്ള രീതിയിൽ ക്ലോസ് ടു +1 ആണെങ്കിൽ there is a high degree of positive correlation എന്ന് പറയാൻ പറ്റും. high degree of positive correlation ആണ് closer to 1 എന്നുള്ളതിൽ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റാം. then next one ആണ് then r is closer to -1. r-ന്റെ വാല്യൂ -1ന്റെ അടുത്തുള്ള വാല്യൂസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ high degree of negative correlation എന്നും പറയാൻ പറ്റും. ഓക്കെ, high degree of negative correlation ആണ് closer to -1ന്റെ ഇടയിൽ r-ന്റെ വാല്യൂ വന്നാൽ. r is equal closer to 0 ആണ്. 0ന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ there is a less ഓക്കെ. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. ആറിന്റെ വാല്യൂ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഈ +1 -1 ഇടയിലുള്ള ഏത് വാല്യൂസ് വന്നാലും ഈ ഒരു റേഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർപ്രിറ്റ് ചെയ്യണം. ദെൻ ജസ്റ്റ് എന്താണ് നിയർ 0ന്റെ മുകളിലാണ് നമുക്ക് ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. ദെൻ നിയറസ്റ്റ് 1 ആണെങ്കിൽ +1 ആണെങ്കിൽ നമുക്ക് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. ദെൻ മിഡിൽ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്താണ്
അല്ലെങ്കിൽ 0 ആണെങ്കിൽ there is no relationship between the variables എന്നും -1 ആണെങ്കിൽ high degree of negative correlation എന്നും. അങ്ങനെ ഈ +1 -1 ഇടയിലുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് ഈ ഒരു ഏതെങ്കിലും ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി എടുത്തതാണ്. ജസ്റ്റ് നോക്കുക. ഇപ്പൊ 2 വേരിയബിൾസ് ഉണ്ട്, പ്രൈസും ഡിമാൻഡും എന്നുള്ള 2 വേരിയബിൾസ് ഉണ്ട്. ഈ ഒരു വേരിയബിൾസ് നമ്മളുടെ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇപ്പം നോക്കുക, ഇവിടെ പ്രൈസ് ദെൻ ഡിമാൻഡ്. ഇപ്പൊ നമ്മൾ ഒരു വേരിയബിൾസ് നമ്മൾ എക്സും മറ്റൊരു വേരിയബിൾ നമ്മൾ വൈ ആയിട്ട് എടുക്കുക. ഇവിടെ പ്രൈസ് നമ്മൾ എക്സ് എന്നും ദെൻ ഡിമാൻഡ് നമ്മൾ വൈ എന്നും കൊടുത്ത് ഇത് നോക്കുക. 2 വേരിയബിൾസ് ഓൾറെഡി ഇവിടെ എക്സ് ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമുക്ക് ഇക്വേഷനിൽ ആവശ്യമുള്ള 3 വാല്യൂസും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ എക്സ് ആൻഡ് വൈ, എക്സ് ഇൻറ്റു വൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആൻഡ് വൈ എന്നുള്ളതിന്റെ വാല്യൂസ് കിട്ടും. ദെൻ എക്സിന്റെ സ്ക്വയർ ദെൻ വൈന്റെ സ്ക്വയർ. ഓക്കെ, ഇത്രയും 5 വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സ് ആൻഡ് വൈ ദെൻ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഇതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ എക്സ്, സിഗ്മ ഇ, സിഗ്മ എക്സ് ആൻഡ് വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, അതിന്റെ സമ്മും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള വാല്യൂസ് കിട്ടി. ദെൻ ഈ ഇക്വേഷനിൽ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇക്വേഷൻ നോക്കുക, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് sigma x into sigma y divided by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. Okay, ഇക്വേഷനിൽ നോക്കി, n എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം 5 ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ്സ് കറസ്പോണ്ടിങ് വാല്യൂസ് ആണ്. 5 ആണ് നമ്മളത് വരുന്നത്, 1 2 3 4 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് 261 എന്നുള്ളത്. ദെൻ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, സിഗ്മ എക്സ് 35 ഇൻറ്റു സിഗ്മ വൈ 40. ദെൻ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ആണ്, ഇവിടെ മാറരുത്, ഇത് സിഗ്മ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, സിഗ്മ എക്സ് സ്ക്വയർ എന്നുള്ളത് 255 ആണ്, അത് ഇവിടെ എടുക്കുക. ദെൻ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്, ഈ ഒരു സിഗ്മ എക്സിന്റെ ഹോൾ സ്ക്വയർ ആണ്. ഈ സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ എക്സ് ഹോൾ സ്ക്വയറും മാറിപ്പോരുത് കേട്ടോ. ഇത് സിഗ്മ എക്സ് സ്ക്വയർ ആണ്, ഇതാണ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 35 ആണ്, 35ന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, 330 വരും. ദെൻ ഇൻറ്റു ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 335 ഇൻറ്റു 330. ദെൻ സിഗ്മ വൈ ഹോൾ സ്ക്വയർ, സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40ന്റെ സ്ക്വയർ 1600. ദെൻ ഇനി സോൾവ് ചെയ്യാണ്. 5 ഇൻറ്റു 2 7 മൈനസ് ദെൻ 35 ഇൻറ്റു 40 ചെയ്തിട്ട് ഇത് മൈനസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് ഇവിടെ വരിക 1355 മൈനസ് 1400 വരും. അത് മൈനസ് ചെയ്യുമ്പോൾ -45 കിട്ടും. ദെൻ ഡിനോമിനേറ്റേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2 മൈനസ് 35 ഹോൾ സ്ക്വയർ ഉണ്ടാവും. 35 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1225 ആണ്. ഓക്കെ, ഇതിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിനോമിനേറ്റർ √50 ഇൻറ്റു √50 എന്ന് വരും. അതിന്റെ റൂട്ട് വെക്കുമ്പോൾ 7.07 ഇൻറ്റു 7.07. അതിന്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ 50 എന്ന് വരും. ദെൻ -45 ഡിവൈഡഡ് ബൈ 50 ആണ്. ഓക്കെ, മൈനസ് ഒന്നുകൊണ്ട് നമ്മളെ ആൻസറിലും മൈനസ് വരും. ആൻസർ വരിക -0.9 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് കോഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂസ് എപ്പോഴും -1ന്റെയും +1ന്റെയും ഇടയിലാണ് വരിക. അപ്പോൾ ഇവിടെ -9 ആണ് വന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താ വരിക? ഐഡിയ ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ് ഈ -0.9ന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇനിയിപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ മിനിമം ഈ ഒരു ഇക്വേഷനൊക്കെയും കറക്റ്റ് കാണാപ്പാടം പഠിക്കട്ടോ. പിന്നെ കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡിവിഷനും ആണ് ക്വസ്റ്റ്യനിൽ തമ്മിൽ ആ ഇക്വേഷനായി അപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ പുതിയതായിട്ട് നമ്മൾ ചെയ്യേണ്ടി എക്സ് ആൻഡ് വൈ എന്നുള്ള കോളം, ദെൻ എക്സ് സ്ക്വയർ, ദെൻ വൈ സ്ക്വയർ, ദെൻ ഈ ഇതിന്റെ ഒക്കെ സം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ക്ലിയർ അല്ലേ? അല്ല, കാൾസൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന് then properties കാൾപേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് വൺ. ഓക്കെ, കാൾപേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. അത് നോക്കുക. ഇഫ്
there is a correlation between variables. Coefficient of correlation lies between -1 and +1. ഈ രണ്ട് വേരിയബിൾസ് നമ്മൾ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതിന്റെ വാല്യൂസ് എപ്പോഴും ഉണ്ടാവുക +1 -1 ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ഓഫ് കാൾപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ആൻസേഴ്സ് ആയിട്ട് വരിക. ഇനി +1 -1 ഇടയിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത വാല്യൂസ് അല്ലെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്ത എന്തോ മിസ്റ്റേക്സ് ഉണ്ടെന്ന് അപ്പം തന്നെ മനസ്സിലാക്കട്ടെ. അത് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂസ് എപ്പോഴും +1 -1 ഇടയിലാവും. Then look, second one, if there is no correlation, the coefficient of correlation denoted r is equal to 0. രണ്ടും യാതൊരു കോറിലേഷൻ ഉണ്ടെങ്കിൽ കോറിലേഷൻ ആറിന്റെ വാല്യൂ 0 ആവും. Then third one, to measure the degree of direction of changes ആണ് ഈ കാൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മെഷർ ചെയ്യുന്നത് ദ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ആണ്. ഇതിന്റെ ഡിഗ്രി അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ആണ് ഈ ഒരു കാൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡയറക്ഷൻ ആണ്, ആ മൂവ്മെന്റിന്റെ ഡിഗ്രി അല്ലെങ്കിൽ ഡയറക്ഷൻ ആണ് കാൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡീൽ ചെയ്യുന്നത്. Then fourth one, it simply measure the correlation and it does not helps to predict the causation ആണ്. ഇത് നമ്മളൊരു കോറിലേഷൻ മാത്രമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അതിനുള്ള റീസൺസോ അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടെങ്കിൽ അടുത്ത വാല്യൂ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ അതിന്റെ കോസ് കണ്ടെത്താനോ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യണില്ല. ജസ്റ്റ് ഒരു റിലേഷൻ ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വെച്ചിട്ട്. The last one ആണ്, it is a geometric means of two coefficients r is equal to root of bxy into byx. കോഎഫിഷ്യൻസിന്റെ റൂട്ട് ആണ് r എന്ന് പറഞ്ഞത്. r is equal to bxy into byx ആണ്. r ന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ഈ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ പ്രൊഡക്ട്സിന്റെ റൂട്ട് നമ്മൾക്ക് എന്താണ് r എന്ന് പറയാൻ പറ്റും. r is equal to bxy into byx. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിഗ്രഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നുള്ളത്. പ്രോപ്പർട്ടീസ് ഹെഡിങ് ആണ് ആ ചാപ്റ്ററിൽ പറഞ്ഞാണ്. പിന്നെ പ്രോബബിൾ എറർ. ഓക്കെ, പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്തിനാണ് യൂസ് ചെയ്യുന്നത്. പ്രോബബിൾ എറർ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ is a statistical device which measure the relativity and dependability of the values of coefficient of correlation. നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ റിലയബിലിറ്റിയും അതുപോലെ തന്നെ ഡിപ്പെൻഡബിലിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് പ്രോബബിൾ എറർ എന്നുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ റിലയബിലിറ്റിയും അതിന്റെ ഡിപ്പെൻഡബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസിനാണ് നമ്മൾ പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രോബബിൾ എററിന്റെ ഇക്വേഷൻ ആണ് 0.6145 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് പ്രോബബിൾ എററിന്റെ ഇക്വേഷൻ എന്നാണ്. 0.6745 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ഈ 0.6745 എന്ന് പറഞ്ഞാൽ 2/3 തന്നെയാണ്. ചില ടെസ്റ്റിൽ അങ്ങനെയും കാണാൻ പറ്റും. 2/3 ഇൻറ്റു സ്റ്റാൻഡേർഡ് എററിനാണ് പ്രോബബിൾ എറർ എന്നുള്ളത്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ദെൻ സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷൻ നോക്കുക. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ 1 r square divided by root 10 ആണ് സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത്. 1 - r square divided by root 10. സോ പ്രോബബിൾ എററിനെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും 0.6145 ഇൻറ്റു 1 - r square divided by root 10. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ 0.6145 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ആണെന്നുള്ളത്. ഈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളിടത്ത് സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാണ് പ്രോബബിൾ എറർ കാണാൻ വേണ്ടിയിട്ട്. അപ്പം പ്രോബബിൾ എറർ ഈക്വൽ ടു 0.6145 ഇൻറ്റു 1 - r square divided by root 10. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിൾ എററിന്റെ വാല്യൂസ് കിട്ടും. ഈ 0.6145 ഇൻറ്റു 1 - r square divided by root 10 എന്നുള്ളത് സോൾവ് ചെയ്താൽ. ഇവിടെ r എന്ന് പറഞ്ഞാൽ കോറിലേഷൻ തന്നെയാണ്, പിന്നെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് തന്നെയാണ്. ദെൻ interpretation ആണ്, if the values of coefficient of correlation is less than probable error then there is no evidence of correlation ആണ്. നമ്മൾ ഈ കോറിലേഷൻ ലെസ് ദാൻ പ്രോബബിൾ എററിനായിട്ട് ചെറിയ വാല്യൂസ് ആണെങ്കിൽ there is no evidence of correlation. അവിടെ കോറിലേഷൻ യാതൊരു എവിഡൻസോ സിഗ്നിഫിക്കൻസോ ഒന്നും ഇല്ല എന്നാണ്. ഓക്കെ, ഇപ്പൊ കോറിലേഷന്റെ വാല്യൂസ് ഒരിക്കലും നമ്മുടെ പ്രോബബിൾ എററിനായിട്ടും കാണാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് there is no evidence of correlation ആണ്. Then if the value of r is more than 6 times of probable error, the correlation is certain and significance ആണ്.
R is more than 6 times of P ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളെ കോറിലേഷന്റെ വാല്യൂസ്. അല്ലെങ്കിൽ ആറിന്റെ R എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഫിഷ്യന്റ് വാല്യൂസ് എന്തായിരിക്കണം? 6 times പ്രോബബിൾ പറഞ്ഞാട്ടിലും 6 മടങ്ങ് കൂടുതലായിരിക്കണം നമ്മളെ കോറിലേഷന്റെ വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ അത് സർട്ടൺ സിഗ്നിഫിക്കൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ 6 മടങ്ങ് പ്രോബബിൾ പറഞ്ഞാട്ടിൽ 6 മടങ്ങ് കൂടിയിരിക്കണം കോറിലേഷന്റെ വാല്യൂസ് എന്നുള്ളത്. ഇതാണ് രണ്ട് ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ നെക്സ്റ്റ് പറയാനുള്ളതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള് ചാപ്റ്ററിൽ ലാസ്റ്റിലാവും നമ്മൾ നോട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം. One very convenient and useful way of interpreting the values of coefficient of correlation is the use of the square of correlation coefficient. The square of coefficient of correlation is called the coefficient of determination. Coefficient of determination is equal to R square. It shows the percentage of variation in dependent variable is explained by the independent variable. Okay, ഇപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ആർ സ്ക്വയർ. ഓക്കെ, നമ്മൾ കോറിലെ സ്ക്വയർ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് മീൻ ചെയ്യുന്നത് എത്ര ഉള്ളൂ? പെർസെന്റേജ് വേരിയേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദി പെർസെന്റേജ് വേരിയേഷൻ ഇൻ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. നമ്മളെ ഈ ഡിപെൻഡന്റ് വേരിയബിളിൽ ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാക്കിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കോറിലേഷന്റെ വാല്യൂ 0.8 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കോറിലേഷന്റെ വാല്യൂ 0.8 ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ 0.8ന്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 0.64 അല്ലെങ്കിൽ 64%. 64% ആണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മളെ ഡിപെൻഡന്റ് വേരിയബിളിനെ എഫക്ട് ചെയ്തതെന്ന് നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കോറിലേഷന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈ ഒരു ഡിപെൻഡന്റ് വേരിയബിളിനെ എത്രത്തോളം അഫക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ കോറിലേഷന്റെ വാല്യൂ 0.7 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 0.7ന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 49 ആണ്. 49% ആണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈ ഒരു ഡിപെൻഡന്റ് വേരിയബിളിനെ അഫക്ട് ചെയ്തത്. ഓക്കെ, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഫോർത്ത് ആണ് സ്പെർമൻസ് റാങ്ക് കോറിലേഷൻ എന്നുള്ളത്. സ്പെർമൻസ് റാങ്ക് കോറിലേഷൻ നോക്കുക. സ്പെർമൻസ് റാങ്ക് കോറിലേഷന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 1 minus 6 sigma d square divided by n to n square minus 1. 1 minus 6 sigma d square divided by n into n square minus 1. ഈ ഡിനോമിനേറ്റർ n into n square 1 തന്നെ n ക്യൂബ് മൈനസ് n ഒന്നും പറയട്ടോ, രണ്ടും കാണാറുണ്ട്. ദെൻ ഡി എന്നുള്ളത് നോക്കുക. ഡിഫറൻസ് ഓഫ് റാങ്ക്സ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആണ്. ഈ രണ്ട് വേരിയബിൾസിന്റെ റാങ്ക്സ് നമ്മളുടെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ഫസ്റ്റ് രണ്ട് വേരിയബിൾസ് ഉണ്ട് എക്സ് ആൻഡ് വൈ, നമ്മളെ റാങ്ക്സ് അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ റാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ റാങ്ക്സ് നമ്മളെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ദെൻ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് പെയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഡി എൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, ഇതിൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ നോട്ട് 1 minus 6 sigma d square divided by n into n square minus 1. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഫൈൻഡ് ഔട്ട് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പോവർട്ടി ആൻഡ് ഓവർ ക്രൗഡിംഗ് ആണ്. ഓക്കെ, കൺസിഡർ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോവർട്ടി ഓവർ ക്രൗഡിംഗ് ആണ്, രണ്ട് വേരിയബിൾസ് തന്നിക്കണേ, അതിന്റെ വാല്യൂസ് ഒന്ന് നിൽക്കണേ കാണുന്നുണ്ടല്ലോ, വാല്യൂസ് ആണ്. ദെൻ പോവർട്ടിന്റെ വാല്യൂസ്, ദെൻ ഓവർ ക്രൗഡിങ്ങിന്റെ വാല്യൂസ് ആണ്. അപ്പൊ നമ്മളോട് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇക്വേഷനിൽ വാല്യൂസിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഡി മാത്രമാണ് ആവശ്യമുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ് ആണ്, ഡിഫറൻസ് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഇതിന്റെ റാങ്ക്സ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് റാങ്ക്സ് നമ്മൾ ഡിഫറൻസ് എടുക്കണം. ഇവിടെ നോക്കുക, ഏറ്റവും വലിയ ലാർജ് വാല്യൂസ് നമ്മൾ 1 എന്ന് കൊടുത്തത്, ഇതിനനുസരിച്ച് നമ്മൾ എന്താണ് റാങ്ക്സ് പ്രൊവൈഡ് ചെയ്യണം. then 17 1 then 16 2 അങ്ങനെ റാങ്ക്സ് കൊടുക്കണം. ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ഉള്ള റാങ്ക് കൊടുക്കും പോവർട്ടിക്കും. then കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓവർ ക്രൗഡിനും റാങ്ക്സ് കൊടുക്കാണ്. then 46ന് 1 then 36ന് 2 then 35ന് 3 എന്നുള്ളത്. അങ്ങനെ നമ്മൾ റാങ്ക്സ് റാങ്ക് 1ഉം റാങ്ക് 2ഉം കൊടുത്ത്, എന്നിട്ട് ഇത് നമ്മളെ കറസ്പോണ്ടിങ് റാങ്ക് നമ്മളുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡി എന്നുള്ളതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡി എന്നുള്ള ഇപ്പം 1 - 2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അറിയാം -1 ആണ് വരിക എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്താണ്
സിമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഡി സ്ക്വയർ എടുത്ത് ചെയ്യണ്ടേ. അപ്പൊ ഈ സിമ്പിളിനൊക്കെ നമ്മൾ എന്താണ് പോസിറ്റീവ് സൈൻ ആയിട്ട് മാറ്റും. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇനി ഇവിടെ എനിക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ് ഇവിടെയൊക്കെ അതൊക്കെ എന്താണ് പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ സിമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇത് നമ്മൾ ഡിഫറൻസ് നോക്കുക. 1 - 2 1, ദെൻ 5 - 1 4 എന്നുള്ള ഡി കാണുക. ദെൻ ഡി സ്ക്വയർ കാണാം. ദെൻ ഡി സ്ക്വയറിന്റെ സമ്മ് സിഗ്മ ഡി സ്ക്വയർ. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഈ കോളത്തിൽ തന്നെ ചെയ്തു വെക്കിട്ടോ. ദെൻ ഇക്വേഷനിൽ ഡയറക്റ്റ് 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n × n സ്ക്വയർ - 1. ഈ 1 ലാസ്റ്റ് ആണ് കേട്ടോ സോൾവ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ആണ് 1 മൈനസ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6 × സിഗ്മ സ്ക്വയർ നമുക്ക് ഇവിടെ അറിയാം 44 എന്നുള്ള 6 × 44 ഡിവൈഡ് ബൈ n എന്നുള്ള 10 ആണ്, n സ്ക്വയർ എന്നുള്ള 100 ആണ്, -1. ഓക്കെ, ദെൻ ഇത് ചെയ്യുമ്പോൾ -1 എന്നുള്ളത് 99 ഉണ്ടാവും. ദെൻ 99 × 10 എന്ന് പറയുമ്പോൾ 990 ഉണ്ടാവും. ഓക്കെ, ദെൻ 6 × 44 എന്നുള്ളത് 264, ദെൻ ഡിനോമിനേറ്റർ 990. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.267 എന്നുള്ളത് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ആൻസർ 1 മൈനസ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് 0.733 എന്നുള്ള ആൻസേഴ്സോ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ആൻസർ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് 0.733 എന്ന് കിട്ടും. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തൂടെ? ഓക്കെ, നമ്മൾ മിഡ് വാല്യൂസിനായിട്ടും കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് ഈ ഒരു വാല്യൂസ് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ക്ലിയർ ആയിട്ട് എക്സ് വേരിയബിൾസ് ആയിട്ട് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു റാങ്ക് കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യല്. ഇപ്പം ബ്യൂട്ടി, അതുപോലെ ഇന്റലിജൻസ്, അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അധികം മെഷർ ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ റാങ്ക്സ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾക്ക് ഓൾറെഡി വേരിയബിൾസ് ആണ് തന്നത്, വാല്യൂസ് ആണ് തന്നത്. ഓക്കെ, ഇപ്പൊ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കറസ്പോണ്ട് നമ്മൾ റാങ്ക് ചെയ്യണം. റാങ്ക് നമ്മൾ ഡിഫറൻസ് നമ്മൾ നോക്കണം. ഇനി ചിലപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ റാങ്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നാവും തന്നുക, അല്ലെങ്കിൽ റാങ്ക് 1 റാങ്ക് 2 തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ തന്നെ റാങ്ക് ആയിട്ടാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ നമ്മൾ റാങ്ക് ചെയ്യാൻ നിൽക്കരുത്, അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ ഡീന്റെ ഡിലേറ്റ് ചെയ്താൽ മതി. റാങ്ക്സ് ആണെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചിലത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. 1 2 3 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് ആണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ചിലതിൽ അത് റാങ്ക്സ് ആണ് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റാങ്ക്സ് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് റാങ്ക് നമ്മൾ ഡിഫറൻസ് എടുക്കുക, ദെൻ ആ ഡിഫറൻസിന്റെ സ്ക്വയർ കാണാം. അപ്പോൾ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ കിട്ടും. ദെൻ അത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, then സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ വരുന്നതാണ് റിപ്പീറ്റഡ് റാങ്ക് കോറിലേഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്താണ് സെയിം വാല്യൂസ് റിപ്പീറ്റ് ചെയ്തില്ല. ഇപ്പൊ ഇവിടെ 70 ഒറ്റ വാല്യൂസും ഓരോ സമയത്ത് സിംഗിൾ ടൈംസ് മാത്രമേ വന്നിട്ടുള്ളൂ, ഒറ്റ വാല്യൂസും റിപ്പീറ്റേഷൻ ഇല്ല. ഇനി ചില കേസിൽ നമുക്ക് ഇവിടെ വാല്യൂസ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് റാങ്ക്സും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എങ്ങനെ റാങ്ക് കൊടുക്കും, ആ റാങ്ക്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത റിപ്പീറ്റഡ് റാങ്ക് കോറിലേഷനിൽ പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ തന്നെ ഉണ്ട് കേട്ടോ റിപ്പീറ്റഡ് റാങ്ക് കോറിലേഷന്. അപ്പൊ അത് നോക്കുക. ഇൻ ദ കേസ് ഓഫ് മോർ ദാൻ ഐറ്റം with the same value in a series, usually average ranks is allocated to each this and factors added for each such tied items. Okay, more than one item same values ഒരു സീരീസിൽ നമ്മളത് ഇൻക്രീസ് ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് റാങ്ക് അലോട്ട് ചെയ്യാറ് പറഞ്ഞാൽ ആവറേജ് റാങ്ക്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു ഐറ്റം തന്നെ മോർ ദാൻ 1 ടൈംസിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് റാങ്ക് ആണ് കൊടുക്കുക. ഇപ്പം 30 എന്നുള്ള വാല്യൂസ് അല്ലെങ്കിൽ 50 എന്നുള്ള വാല്യൂസ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് റാങ്ക്സ് കൊടുക്കും. ഇപ്പം 15 നമ്മൾ 4 ഉം 5 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, 4 ഉം 5 ആണ് ഫുള്ള് വരിക. തേർഡ് റാങ്ക് 3 വരെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ അലോട്ട് ചെയ്ത്, റാങ്ക് 3 കഴിഞ്ഞിട്ട് 15 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ 15 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ 4 ഉം 5 ആണ് നമ്മൾ റാങ്ക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ആവറേജ് റാങ്ക് എന്നുള്ളത് 4 + 5 / 2 ആണ്. അപ്പൊ 4.5 ആണ് അതിന്റെ ആവറേജ് റാങ്ക് എന്നുള്ളത്. ഇനിയിപ്പോ 15 തന്നെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, അപ്പം റാങ്ക് നമ്മൾ കൊടുക്കുക 4 5 6 ഈ 3 റാങ്ക് അതിനാണ് നമ്മൾ അലോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ആവറേജ് റാങ്ക് എന്നുള്ളത് 4 + 5 + 6 / 3 ആണ്. അപ്പൊ അതിന് ആവറേജ് വരിക മിഡ് വാല്യൂ ആയിട്ടുള്ള 5 ആണ്. അപ്പം 15 നമ്മൾ 5 റാങ്ക് ആയിട്ട് കൊടുക്കും. അപ്പം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവറേജ് റാങ്ക് അലോട്ട് ചെയ്യണം.
എന്നിട്ട് ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 1 minus 6 sigma d square plus m cube minus m divided by 12 then all divided by n cube minus n നമ്മൾ നേരത്തെ പറഞ്ഞത് n into n square minus 1 ഏതായാലും രണ്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, രണ്ടും സെയിം തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ റാങ്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷനിൽ ചെറിയ മാറ്റമാണ്. 1 minus 6 d square plus m cube minus m divided by 12 ആണ്. then divided by n cube minus n. ഇവിടെ m cube minus m divided by 12 എന്നുള്ളത് പുതിയത് ഒന്നാണ്. ഇപ്പൊ m എന്നുള്ളത് നോക്കുക, d എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡിഫറൻസ് ബിറ്റ്വീൻ ദി റാങ്ക്സ് ആണ്. then n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് ആണ്. സ്മാൾ ലെറ്റർ n യൂസ് ചെയ്യട്ടോ. then m എന്നുള്ളത് നോക്കാം, നമ്പർ ഓഫ് ഐറ്റംസ് ഈച്ച് റാങ്ക് റിപ്പീറ്റ്സ്. ഓരോ റാങ്കും സമയം റിപ്പീറ്റ് ചെയ്തത് എന്നുള്ളതാണ് m എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, m എന്നുള്ള ഓരോ റാങ്ക്സും എത്ര സമയം റിപ്പീറ്റ് ചെയ്തത്, ഏത് റാങ്ക് ആണെന്നുള്ളത് നമ്മൾക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് റാങ്ക്സ് ഏത് വാല്യൂ എന്നൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ട. പക്ഷെ ആ വാല്യൂസ് എത്ര സമയത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നമ്പർ ഓഫ് ടൈംസ് ആണ് ഈച്ച് റാങ്ക് റിപ്പീറ്റ്സ്. എത്ര ടൈം ആ ഒരു റാങ്ക് റിപ്പീറ്റ് ചെയ്തത് എന്നുള്ളതാണ് m കാണുക. അപ്പൊ ഈ ക്വസ്റ്റനിൽ നമ്മളോട് ആദ്യം m ക്യൂബ് മൈനസ് m എന്നുള്ളത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ സം എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യാം. എങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റൻ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നോക്കുക, എക്സ് വൈ എന്നുള്ള രണ്ട് വാല്യൂസ് ഉണ്ട്. വേരിയബിൾസിന്റെ വാല്യൂസ് ആണ് പറഞ്ഞത് എക്സ് വൈ എന്നുള്ളത്. ഇപ്പൊ നോക്കുക, എക്സിന് നമ്മൾ റാങ്ക് കൊടുക്കുകയാണ്, റാങ്ക് ഓഫ് എക്സ് ആണ്. എക്സിന് നമ്മൾ റാങ്ക് കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ 80, നമ്മൾ 1 എന്ന് കൊടുത്തു. then 80 കണ്ടു വരുന്നത് 75 ആണ്. പക്ഷെ 75 2 ടൈംസ് റിപ്പീറ്റ് ചെയ്താണ്. 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ 1 നമ്മൾ റാങ്ക് അലോട്ട് ചെയ്ത്, then ഇനി റാങ്ക് അലോട്ട് ചെയ്യാനുള്ള 2ഉം 3 ആണ്. പക്ഷെ 2ഉം 3നും 75 കൊടുക്കണം. ഇവിടെ ഒരു 75 ഉണ്ട്, then വേറെ 75 ഉണ്ട്. അപ്പൊ 2ഉം 3 ആണ് റാങ്ക് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ പറഞ്ഞ് ആവറേജ് റാങ്ക് ആണ് അലോട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ 2ന്റെ 3ന്റെ ആവറേജ് എന്നുള്ളത് 2 + 3 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പൊ 2 + 3 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2.5 ആണ്. സോ 75 2.5 കൊടുക്കും, ഇവിടെയും 2.5 കൊടുക്കും. then അപ്പം 2ഉം 3ഉം നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞ്, then ഇനി കൊടുക്കാനുള്ളത് 4 ആണ്. അപ്പൊ 68 നമ്മൾ പിന്നെ വരുന്നത് 4 കൊടുക്കും. 68 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കാനുള്ള റാങ്ക്സ് എന്നുള്ള 64 ആണ്. 64 നോക്കാം, ഇവിടെ ഒരു സമയത്ത് റിപ്പീറ്റ് ചെയ്ത്, ഇവിടെ ഒരു സമയം, then ഇവിടെ ഒരു സമയം, അങ്ങനെ 3 പ്രാവശ്യം 64 റിപ്പീറ്റ് ചെയ്തിരിക്കണേ. ഓക്കെ, ഇപ്പൊ 65 നമ്മൾ റാങ്ക് കൊടുക്കാനുള്ളത് 5 6 7 3 റാങ്കും 64 നമ്മൾ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെയും ആവറേജ് റാങ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 5 6 7 അതിന്റെ ആവറേജ് റാങ്ക് എന്നുള്ളത് 6 ആണ്. അപ്പൊ 64 നമ്മൾ 6 റാങ്ക് അലോട്ട് ചെയ്യും. 3 64നും ഇവിടെ ഓരോന്നിനും 6 എന്നുള്ള റാങ്ക്സ് നമ്മൾ അലോട്ട് ചെയ്യും. ഇവിടെ 6 കൊടുക്കും, then നെക്സ്റ്റ് 6 കൊടുക്കും, then ലാസ്റ്റും 6 കൊടുക്കും. അപ്പോൾ ഈ 5 6 7 ഇത് ആവറേജ് റാങ്ക് ആയിട്ടുള്ള 6 എന്നുള്ളത് 64 നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നത് വാല്യൂ 55 ആണ്. 55 നമ്മൾ 8 ആണ് കൊടുക്കുക, കാരണം 7 വരെ ആവറേജ് റാങ്ക്സ് നമ്മൾ ഓൾറെഡി അലോട്ട് ചെയ്ത് കഴിഞ്ഞു. 55 നമ്മൾ 8, ദെൻ 50ക്ക് 9, ദെൻ നെക്സ്റ്റ് 40ക്ക് 10. ഓക്കെ, അങ്ങനെ 10 വേരിയബിൾസിന് 10 റാങ്ക്സ് നമ്മൾ അലോട്ട് കൊടുക്കും. ഓക്കെ, ദെൻ വൈ നോക്കുക, അതുപോലെ തന്നെയാണ് വൈയും കൊടുക്കുന്നത്. ഫസ്റ്റ് ഏറ്റവും വലിയ സംഖ്യ 81 നമ്മൾ 1 കൊടുക്കും, ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന 2 കൊടുക്കും, ദെൻ അത് കഴിഞ്ഞിട്ട് നോക്കുക 68 ആണ് വരുന്നത്. 68 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തതിന്. ഇപ്പൊ 3ഉം 4ഉം ആണ് 68 നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ അതിന് പകരം അതിന്റെ ആവറേജ് റാങ്ക് ആയിട്ടുള്ള 3 + 4 ഡിവൈഡ് ബൈ 2 ആവറേജ് റാങ്ക് വരിക 3.5, അത് നമ്മൾ അലോട്ട് ചെയ്യും. ഇപ്പൊ 3ഉം 4ഉം കൊടുത്ത്, ദെൻ ഇനി 5 62, ദെൻ 60ക്ക് 6, then 58 and 7, then 58, then 48 and 9, then 45 and 10. ഇനി നമ്മളെ ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഡി എന്നുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്, ദെൻ ഡിന്റെ സ്കോർ. അപ്പൊ സിഗ്മ ഡി സ്കോർ കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ റിപ്പീറ്റഡ് റാങ്ക്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എം ക്യൂ മൈനസ് എം എന്നുള്ള പുതിയതൊന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. അപ്പൊ നമ്മൾ എം എന്നുള്ള നമ്മൾ പറഞ്ഞു റാങ്ക്സ് റിപ്പീറ്റ്സ് ആണ്. എത്ര സമയത്ത് ഓരോ റാങ്ക്സ് റിപ്പീറ്റ് ചെയ്തതെന്നാണ് എം എന്ന് എടുക്കുക. ഇവിടെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എം ക്യൂ മൈനസ് എം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ സമ്മാണ് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കുക, 75 നമ്മൾ ഈ വേർഡ്സിൽ നമ്മൾ 75 2 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ്. ഓക്കെ, 75 2 ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2.5 എന്നുള്ള ആവറേജ് റാങ്ക് കൊടുത്തത്. അപ്പം അടുത്ത് എഴുതുക 75 റിപ്പീറ്റ്സ് 2 ടൈംസ് ആണ്, അല്ലെങ്കിൽ 75 ഒക്കേഴ്സ് 2 ടൈംസ് ആണ്. സോ എമ്മിന്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് 2 എന്ന് കൊടുക്കും. ഓക്കെ, എം എന്ന് പറയാൻ നമ്മൾ പറഞ്ഞാണല്ലോ നമ്പർ ഓഫ് വാല്യൂസ് ഈച്ച് റാങ്ക്സ് റിപ്പീറ്റ്സ് ആണ്.
അപ്പോൾ ഇവിടെ 2 ടൈംസ് 75 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എമ്മിന്റെ വാല്യൂ 2 എന്ന് വരും. അത് വെച്ചിട്ട് എം ക്യൂബ് മൈനസ് എം ചെയ്യുമ്പോൾ 2ന്റെ ക്യൂബ് 80 ദെൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. അപ്പോൾ 8 മൈനസ് 2 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എം ക്യൂബ് മൈനസ് എമ്മിന്റെ വാല്യൂ 6 എന്ന് കിട്ടും. ദെൻ പിന്നെ എക്സിൽ തന്നെയാണ് 64 3 ടൈംസും റിപ്പീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ 3 പ്രാവശ്യം 6 ആവറേജ് റാങ്ക് കൊടുത്തത്. സോ 64 റിപ്പീറ്റ്സ് 3 ടൈംസ് ആണ്. സോ എം ഈക്വൽ ടു 3. ദെൻ അത് വെച്ചിട്ട് 3 ക്യൂബ് മൈനസ് 3 ചെയ്യുമ്പോൾ 27 മൈനസ് 3 എന്ന് പറയുമ്പോൾ 24 ആണ്. ദെൻ വൈയിലും അതുപോലെ തന്നെ 68ഉം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തത്. അതുകൊണ്ട് 68 റിപ്പീറ്റ്സ് 2 ടൈംസ്. സോ എം ഈക്വൽ ടു 2 ആണ്. 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 2 അപ്ലൈ ചെയ്യുമ്പോൾ 2 ക്യൂബ് എം ആണ് 8 എന്നും 2 മൈനസ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. ഇങ്ങനെ ഈ 3 എം ക്യൂ മൈനസ് എമ്മിന് നമ്മൾ കിട്ടുക. എന്നിട്ട് ഇതിന്റെ സമ്മ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എം ക്യൂ മൈനസ് എമ്മിന്റെ സമ്മ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. എന്നിട്ട് ഈ 36 നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാം. എം ക്യൂ മൈനസ് എം എന്നുള്ളടത്ത് നമ്മൾ 36 അപ്ലൈ ചെയ്യാം. ഇത് ഇനി നോക്കാം. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ്. സിഗ്മ ഡി സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 72 കിട്ടി. ദെൻ 1 മൈനസ് 6 ഇൻറ്റു 72 പ്ലസ് എം ക്യൂ മൈനസ് എം നമ്മളിവിടെ സബ്ജക്ട് കണ്ടാണ്. ഓരോന്നിനും എം ക്യൂബ് മൈനസ് എം കണ്ട് ദെൻ അതിന്റെ സമ്മായിട്ടുള്ള 36 ആണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ എം ക്യൂ മൈനസ് എം എന്നുള്ളത് 36 ഡിവൈഡ് ബൈ 12 ഓൾ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എൻ ക്യൂബ് മൈനസ് 1 ആണ്. n ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. n എന്നുള്ള 10 ആണ്, എൻ സ്ക്വയർ എന്നുള്ള 100 ആണ്, മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ 36 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 പ്ലസ് 72 പറയുമ്പോൾ 75 ആണ്. ദെൻ 6 ഇൻറ്റു 75 ഡിവൈഡ് ബൈ n ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ 90 ഉണ്ടാവും. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 0.545 എന്നുള്ളതാണ്. ഓക്കെ, 0.545 എന്നുള്ള ആൻസർ ആവും ഈ റിപ്പീറ്റർ റാങ്ക് കോറിലേഷൻ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ആവറേജ് റാങ്ക്സ് കൊടുക്കുന്നതിൽ കൺഫ്യൂഷൻ ആവരുത്. ആവറേജ് റാങ്ക് ആണ് റിപ്പീറ്റഡ് വാല്യൂസിന് കൊടുക്കുക. പിന്നെ നമ്മൾ എം ക്യൂ മൈനസ് എം നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ സമ്മ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എം ക്യൂ മൈനസ് എം ഓരോ റിപ്പീറ്റഡ് വാല്യൂസിന് എം ക്യൂ മൈനസ് എം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സമ്മ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാം. ദെൻ കിട്ടുന്ന വാല്യൂസ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഇവിടെ ആൻസർ 4.5 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. ഓക്കെ, സമയത്തിന്റെ കുറവുണ്ട്. നെക്സ്റ്റ് മൂവിയാണ്. ഡൗട്ട്സ് ഉള്ളവർ കോണ്ടാക്ട് ചെയ്യട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് എന്നുള്ളത്. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് ആണ് നെക്സ്റ്റ് ആണ്. ഡയറക്ഷൻസ് ഓഫ് ഡീവിയേഷൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ കൺകറന്റ് ഡീവിയേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഒരു ഡയറക്ഷൻസ് ഓഫ് മൂവ്മെന്റ്സ് നമ്മൾ ഡയറക്ഷൻസ് ഓഫ് മൂവ്മെന്റ്സ് മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണുള്ളൂ. വാല്യൂസിനൊന്നും യാതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഏത് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് എന്ന് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണതാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് എന്നുള്ളത്. അതിന്റെ ഇക്വേഷൻ നോക്കുക. ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി മൈനസ് എൻ റൂട്ട് സി മൈനസ് എൻ ഡിവൈഡ് ബൈ എൻ ആണ്. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് എൻ ഡിവൈഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പെയർസ് ഓഫ് സിമ്പിൾസ് ആണ്. സിമ്പിൾസിന്റെ പെയർസിനാണ് നമ്മൾ എൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൺകറന്റ് ഡീവിയേഷൻസ് ആണ്. നമ്പർ ഓഫ് കൺകറന്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലസ് സൈൻസ് ഇൻ ഡി എക്സ് ആൻഡ് ഡി വൈ. നമ്മളെ ഡി എക്സും ഡി വൈയിലും എത്ര പ്ലസ് സൈൻ ഉണ്ടോ അതാണ് സി എന്നുള്ളത്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയർസ് ആണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലസ് സൈൻസ് ഇൻ ഡി എക്സ് ആൻഡ് ഡി വൈ. നമ്മളെ ഡി എക്സും ഡി വൈയിലും എത്ര പ്ലസ് സൈൻ ഉണ്ടോ അതാണ് സി എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണേ. നോക്കാം. കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ യൂസിങ് ബൈ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഒന്ന് എക്സും ഒന്ന് വൈ ആയിട്ട് നമ്മൾ എടുക്കണേ. സപ്ലൈ നമ്മൾ എക്സ്, ദെൻ പ്രൈസ് വൈ, ദെൻ വാല്യൂസ് നോട്ട് ചെയ്യണേ എക്സ് ആൻഡ് വൈ. ദെൻ ഇതിന്റെ ഡയറക്ഷൻസ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ എന്നുള്ളതാണ്. ഇപ്പൊ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലസ് എന്നും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൈനസ് എന്ന് കൊടുക്കും. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ് ഓഫ് എക്സ് ആണ്, ഡി വൈ ഡയറക്ഷൻസ് ഓഫ് വൈ എന്നുള്ളതാണ്. നോർമൽ കേസ് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ നമ്മളൊന്നും കൊടുക്കൂല, സിംഗിൾ വാല്യൂ ആണ് ഇവിടെ നില്ല ഔട്ട് ഉണ്ടാകുക. ഞാൻ കോപ്പി എടുത്തതിലൊന്നും മിസ്റ്റേക്സ് ആവും. ദെൻ ഇതെന്ന് ഇവിടെ നോക്കുക. 60 64 ആയി, 160 164 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് എന്ന് കൊടുക്കും, ഇൻക്രീസ് ചെയ്യാണ്. ദെൻ 64 72 ആയി, അപ്പോൾ നമ്മൾ പ്ലസ് കൊടുക്കും, എക്സ് ഇൻക്രീസ് ചെയ്തേക്കാണ്. ദെൻ 72 82 ആയി, ഇൻക്രീസ് ചെയ്തേക്കാണ്.
ഇതാ നോക്കി 82 ഉള്ള എന്താണ് ഡിഗ്രീസ് ചെയ്തൊക്കെയാണ് ചെയ്തൊക്കെ 66 ആയിക്കാണ്. 182 ഉള്ള 166 ആയി, അതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കും. ഓക്കെ, 182 ഉള്ളത് ഡിഗ്രീസ് ചെയ്ത് 166 ആയി മൈനസ് കൊടുക്കും. ദെൻ പിന്നെ 166 ഉള്ളത് ഇൻക്രീസ് ആയിക്കാണ്, അപ്പൊ 170 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലസും ഡിക്രീസ് ചെയ്യുമ്പോൾ മൈനസും കൊടുത്തിട്ട് നമ്മൾ ഡി എക്സ് കാണും. അതുപോലെ നിങ്ങൾ ഡി വൈയും കാണും. ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലസും ഡിഗ്രീസ് ചെയ്യണ മൈനസും. ഇവിടെ 292 എന്നുള്ള എന്താണ് ഡിഗ്രീസ് ചെയ്തൊക്കെയാണ് 280 എന്നുള്ളത്, അപ്പൊ അവിടെ നമ്മൾ മൈനസ് കൊടുക്കും. പിന്നെ ഡിഗ്രീസ് ചെയ്യാൻ മൈനസ് നമ്മൾ കൊടുക്കും. ഓക്കെ, നമ്മളിങ്ങനെ മൈനസ് കൊടുക്കും. ഇൻക്രീസ് ആണതിന് പ്ലസും ഡിഗ്രീസ് ആണതിന് മൈനസും ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ 1990 എന്നുള്ളത് ലാസ്റ്റ് എന്നാണ് ഇൻക്രീസ് ചെയ്തത്. 190 എന്നുള്ള 200 ആയി, സോ ഇവിടെ ഇൻക്രീസിങ് സിമ്പിൾ നമ്മൾ കൊടുക്കും. ദെൻ ഇതിന്റെ രണ്ടിന്റെ പ്രൊഡക്ട്സ് ആണ് ഡി എക്സിന്റെ ഡിവൈന്റെ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് അറിയാലോ, ഓപ്പോസിറ്റ് സിമ്പിൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് വരും, സെയിം സിമ്പിൾസ് ആണെങ്കിൽ പ്ലസ് എന്ന് വരും. ഇവിടെ പ്ലസും മൈനസ് ആണ്, സോ മൈനസ് പ്ലസും മൈനസും മൈനസ് വരും, പ്ലസും മൈനസും മൈനസ് വരും, മൈനസും പ്ലസും മൈനസ് തന്നെയാണ് വരിക. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയതുകൊണ്ട് മൈനസ് വരും. സെയിം സിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ മൈനസും മൈനസും ആണെങ്കിൽ പ്ലസ് ആണ് വരിക, പ്ലസും പ്ലസും ആണെങ്കിലും പ്ലസ് ആണ് വരിക. ഓക്കെ, ദെൻ ഡി വൈ കാണും. ദെൻ ഈ നമുക്കറിയാലോ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേയേഴ്സ് ആണ്. നമുക്കറിയാം 10 ആണ്, എവിടെ 8 ആണ്, 8 വാല്യൂസ് ആണ് നമ്പർ ഓഫ് പേയേഴ്സ് ആണുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് പേയേഴ്സ് ഇവിടെ 8 ആണ് ഉണ്ടാവുക. ദെൻ പിന്നെ വരുന്നത് സി എന്നുള്ളത് നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ എക്സ് ആൻഡ് വൈ ആണ്. അതിൽ ഡി എക്സ് ആൻഡ് ഡി വൈ, ഡി എക്സിലും ഡി വൈയിലും ഉള്ള പോസിറ്റീവ് സൈൻസ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ആൻഡ് ഡി വൈ. പക്ഷെ ഇവിടെ എന്താണ് പോസിറ്റീവ് സൈൻസ് ഒന്നുമില്ല, സോ 0 ആണ്. ഇവിടെ നോക്കി n എന്നുള്ള നമ്മൾ 8 ആണ് കൊടുത്തത്. ഇവിടെ വാല്യൂസ് എത്ര ഉണ്ട്? 9 വാല്യൂസ് ഉണ്ട്. പക്ഷെ അവിടെ പേഴ്സ് ഇവിടെ നില്ലാവട്ടോ. ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ അല്ലാത്തതുകൊണ്ട് ഫസ്റ്റത്തെ കോളൊക്കെ നില്ലാവും വരും കേട്ടോ. ഈ ഡി എക്സും ഡി വൈൻ്റെതും ഡി എക്സ് ആൻഡ് ഡി വൈൻ്റെതും ബാക്കി വരുന്ന പോസിറ്റീവ് ഈ സിമ്പിൾസിന്റെ പേഴ്സ് ആണ്. ഇതാണ് നമ്മൾ പെയർ എന്ന് പറയുന്നത്. അങ്ങനെ 8 പേഴ്സേ ഉണ്ടാവുള്ളൂ. 9 വാല്യൂ നിങ്ങൾ 8 പേഴ്സ് ആണ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ദെൻ സി എന്നുള്ളത് 0 ആണ്. അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. അപ്പൊ ഈ പ്ലസ് ഓർ മൈനസ് കൊടുത്തത് ശ്രദ്ധിക്കുക. പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ഡിവൈഡ് ബൈ n ആണ് നമ്മൾ ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ആണ്. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ തന്നെ പ്ലസ് ഓർ മൈനസ് നമ്മൾ കൊടുത്തത്. ഓക്കെ, റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ആണെങ്കിൽ മൈനസ് ആയിട്ട് നമ്മൾ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മളത് പ്ലസ് ആവും. പ്ലസ് ആയെങ്കിൽ മാത്രമേ റൂട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, റൂട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ റൂട്ടിന്റെ ഉള്ളിലുള്ള മൈനസിനെ വീണ്ടും മൈനസ് ആക്കാൻ വേണ്ടിയിട്ടാണ് റൂട്ടിന്റെ പുറത്തൊരു മൈനസ് കൊടുത്തത്. ഓക്കെ, അപ്പൊ അതിനെ വീണ്ടും നമ്മൾ മൈനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ -1 ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എത്രയാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? സർ ഒന്നുകൂടി പറയോ? ഇക്വേഷനിൽ ആക്കിയത് ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞല്ലോ സി എന്ന് പറഞ്ഞാല് ഇക്വേഷനിൽ ശ്രദ്ധിക്കുക, സിയും എന്നും ആണല്ലോ. n എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന നമ്പർ ഓഫ് പേയേഴ്സ് ആണ്. പക്ഷെ ഇവിടെ ടോട്ടൽ 9 വാല്യൂസ് ഉണ്ട്. പക്ഷെ ഇവിടെ പെയർ എന്നുള്ളത് 8 വരുള്ളൂ. കാരണം ഈ വശത്തത് നമ്മൾ എന്താ ഡി എക്സും ഡി വൈ നമ്മൾ കാണുന്നില്ല. കാരണം ഈ ഒരു ഞാൻ ഈ കോപ്പി ചെയ്തതിൽ മിസ്റ്റേക്സ് നില്ലാണ് വരിക. ഡി എക്സിലും ഇവിടെയും ഡി വൈയിലും നില്ലാണ് വരിക. ഇവിടെ ഡി എക്സ് ആൻഡ് ഡി വൈയിലും നില്ലാണ് വരിക. ഫസ്റ്റ് തുറന്നില്ലോ. പിന്നെ വരുന്ന എന്താണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ പ്ലസും മൈനസും കൊടുത്തത്. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലസും ഡിഗ്രീസ് ചെയ്യുമ്പോൾ നമ്മൾ മൈനസും കൊടുത്ത്. അപ്പൊ നമ്പർ ഓഫ് പേയേഴ്സ് എന്നുള്ള ഇവിടെ 8 ആണ് വരിക n. പിന്നെ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡി എക്സിലും ഡി വൈയിലും വരുന്ന പ്ലസ് സയൻസിനാണ് നമ്മൾ സി എന്ന് പറയാം. പക്ഷെ ഇവിടെ പ്ലസ് സയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് 0 ആണ്. ഓക്കെ, പിന്നെ ഡി എക്സും ഡി വൈയും ചെയ്താൽ അറിയാലോ, ഇത് തമ്മിൽ എന്താ ഡി എക്സിന് ഡി വൈന്റെ പ്രൊഡക്റ്റ് ആണ് ഡി എക്സിന് ഡി വൈ എന്ന് പറഞ്ഞാൽ. ഓപ്പോസിറ്റ് സൈൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത മൈനസേ വരുള്ളൂ. സെയിം സിമ്പിൾ ആണെങ്കിലാണ് പ്ലസ് വരിക. പക്ഷെ ഇവിടെ ഒക്കെ ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്. ഇവിടെ മൈനസും പ്ലസും ആണ്, മൈനസും പ്ലസ് ഒക്കെ വന്ന്, അതുകൊണ്ടാണ് ഇവിടെ -1. സെയിം സിമ്പിൾസ് ആണ്, പ്ലസ് വരും. ഓക്കെ, പിന്നെ നോക്കുക പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2c മൈനസ് n ഡിവൈഡ് ബൈ n ആണ്. ഓക്കെ, ഇപ്പൊ റൂട്ടിന്റെ പുറത്തും ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട്, റൂട്ടിന്റെ ഉള്ളിൽ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ റൂട്ടിന്റെ ഉള്ളിൽ ഇനി മൈനസ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിന്റെ റൂട്ട് നമുക്ക് കാണാൻ പറ്റൂല. മൈനസ് വാല്യൂയിൽ റൂട്ട്സ് ഉണ്ടാവില്ല. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ടിന്റെ ഉള്ളിൽ തന്നെ പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുത്തത്. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ ഇത് സോൾവ് ചെയ്യാം. -8 ഡിവൈഡ് ബൈ 8 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ സോൾവ് ചെയ്യാൻ 0 തന്നെയാണ്. അപ്പൊ -8 ഡിവൈഡ് ബൈ 8 വരും. സോ റൂട്ടിന്റെ ഉള്ളിൽ -1 ആണ് വരിക. -1നെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള മൈനസ് ആയിട്ട് നമ്മൾ
മൾട്ടിപ്ലൈ ചെയ്യണേ. ഇപ്പൊ റൂട്ടിൻ്റെ ഉള്ളിൽ അവിടെ പ്ലസ് ആയി കിട്ടും, എന്നിട്ട് അതിന്റെ റൂട്ട് നമ്മൾ കാണണേ. ദെൻ റൂട്ടിന്റെ ഉള്ളിൽ നമ്മൾ മൈനസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് റൂട്ടിന് പുറത്തും നമ്മൾ മൈനസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസറും മൈനസ് ആയി മാറണേ. ഓക്കെ, ഇതിവിടെ പ്ലസ് ആണ്, നമ്മൾ പ്ലസ് ഓർ മൈനസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. റൂട്ടിന്റെ ഉള്ളിൽ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ അവിടെ എഫക്റ്റ് ഉണ്ടാവില്ല. മൈനസ് ആണെങ്കിലാണ് ഈ മൈനസ് നമ്മൾ യൂസ് ചെയ്യുക. റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ആണെങ്കിൽ അതിന് ആൻസറും മൈനസ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ റൂട്ടിന്റെ ഉള്ളിലത്തെ മൈനസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ടിന്റെ ഉള്ളിൽ പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ട് എന്റെ വാല്യൂ സെയിം ആണോ? ആ, എന്റെ വാല്യൂ രണ്ടും 8 തന്നെയാണ്. ഇതൊക്കെ സ്മാൾ ട്രെൻഡ് ആണ് കേട്ടോ. രണ്ട് എൻ ഒറ്റ വാല്യൂ, നമ്പർ ഓഫ് പേഴ്സ് ആണ് എൻ എന്ന് പറയുന്നത്, പേഴ്സ് സിമ്പിൾസ് ആണ് എൻ എന്നുള്ളത്, 8 തന്നെയാണ് വരിക. പിന്നെ സി എന്ന് പറയുന്ന നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ഡി എക്സ് ആൻഡ് ഡി വൈ ആണ്. ഇവിടെ ഫുള്ള് നില്ലായതുകൊണ്ട് നമ്മൾ സിന്റെ. ഓക്കെ, ഇനി ടെസ്റ്റിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടോ അതൊന്ന് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൊണ്ടേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കോറിലേഷൻ കോഎഫിഷ്യന്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്, എന്താണ് കോറിലേഷൻ, അതിന്റെ മെത്തേഡ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതിന്റെ മെത്തേഡ്സിൽ 5 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞ സ്കാറ്റർ ഡയഗ്രാം, ഗ്രാഫിക്കൽ മെത്തേഡ്സ്, കാൾപിയേഴ്സൺസ്, ദെൻ സ്പിയർ ആൻഡ് കോറിലേഷൻ, ദെൻ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ അധികം കാൾപിയേഴ്സൺ ചോദിക്കാനാണ് ചാൻസ്, അതല്ലെങ്കിൽ റിപ്പീറ്റഡ് റാങ്ക് കോറിലേഷനോ അല്ലെങ്കിൽ റാങ്ക് കോറിലേഷനോ. കൺകറന്റ് അത്ര ചോദിക്കാറില്ല, പക്ഷെ കൺകറന്റ് വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ തിയറി അറിയല്ലോ, പ്രോപ്പർട്ടീസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ക്ലാസ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ്. ഓക്കെ, ഇത് ഡൗട്ട്സ് ഉള്ളവർ ഒന്നും കൂടെ കേട്ടിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ ഈ ഒരു ചാപ്റ്റർ? ഈ ഒരു ചാപ്റ്ററിൽ ഇനി വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ നമ്മള് ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന്റെ ബേസിൽ നമ്മൾ എന്താണ് ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിരുന്നു, കാൾപിയേഴ്സൺസ്, ഡിഫറെന്റ് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇനി അത് നോക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 ഇക്വേഷനിൽ തറാക്കി വെക്കട്ടെ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് എന്തായാലും തറാക്കി വെക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഏത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കോവേരിയൻസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ, കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നത്, അല്ലെങ്കിൽ കോവേരിയൻസ് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനെ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കോവേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വഴി ആ ഇക്വേഷൻ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു മീറ്റിംഗ് ഞാൻ എൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത മീറ്റിംഗ്, അടുത്ത റിഗ്രഷൻ എന്നുള്ളത് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.